നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൗദിയിൽ അനധികൃതമായി താമസിക്കുന്ന വിദേശികൾക്ക് എക്സിറ്റ് വിസ 21 മുതൽ അടിച്ചു നൽകും. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെത്തി യാത്രാരേഖകൾ കൈപ്പറ്റിയ ശേഷം ഡീപ്പോർട്ടേഷൻ സെന്ററിൽ നേരിട്ട് ഹാജരാകണമെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ അറിയിപ്പ്. കുവൈറ്റിൽ ഗാർഹിക വിസ മാറ്റ നടപടിക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയില്ല. വിസമാറ്റം ഗാർഹിക തൊഴിലാളി ക്ഷാമത്തിനും ക്രമക്കേടുകൾക്കും വഴിവെക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധം. തുനീഷ്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം സുദൃഢവും ഹൃദ്യവുമാണെന്ന് തുനീഷ്യൻ പ്രധാനമന്ത്രി അലി അൽ ഇറയ്യത്ത്. നാളെ നടക്കുന്ന 13ാമത് ദോഹ ഫോറത്തിൽ പങ്കെടുക്കാൻ ഖത്തറിലെത്തിയതാണ് തുനീഷ്യൻ പ്രധാനമന്ത്രി. തുനീഷ്യയിലെ വിപ്ലവങ്ങളെ തുടക്കം മുതൽ സഹായിച്ച രാജ്യമാണ് ഖത്തറെന്നും അലി അൽ ഇറയ്യത്ത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്വിക്യാങ് ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തി തർക്കവും പ്രതിരോധ രംഗത്തെ സഹകരണവുമായിരുന്നു വിഷയങ്ങൾ. തലസ്ഥാനത്ത് തിബത്ത് വംശജരുടെ പ്രതിഷേധം. ചൈനീസ് പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി UDF-ൽ ആശയക്കുഴപ്പം തുടരുന്നു. രമേശ് മന്ത്രിസഭയിൽ ചേരേണ്ട കാര്യമില്ലെന്ന് കെ സുധാകരൻ. മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ ചെന്നിത്തലയെ കൊച്ചാക്കുന്നുവെന്നും സുധാകരൻ. മന്ത്രിസ്ഥാനത്തിനു പിന്നാലെ നടക്കുന്ന ആളല്ല താനെന്ന് രമേശ് ചെന്നിത്തല. പുനഃസംഘടനാ ചർച്ചകൾ മാധ്യമ സൃഷ്ടിയെന്നും KPCC പ്രസിഡന്റ്. വിഷയം ചർച്ച ചെയ്തിട്ടേയില്ലെന്ന് UDF കൺവീനർ. രമേശ് ചെന്നിത്തലയ്ക്ക് ഉചിതമായ വകുപ്പ് നൽകണമെന്ന് ആര്യാടൻ. വാർത്തകൾ വിശദമായി. പുതിയ ഇളവ് പ്രകാരം രാജ്യം വിട്ടുപോകാൻ തയ്യാറുള്ള അനധികൃതമായി താമസിക്കുന്ന എല്ലാ വിദേശികൾക്കും മെയ് 21 ചൊവ്വാഴ്ച മുതൽ ജിദ്ദ ഡീപ്പോർട്ടേഷൻ ഓഫീസിൽ നിന്ന് നേരിട്ട് എക്സിറ്റ് വിസ അടിച്ചു നൽകും. സുരക്ഷിതമായി നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ ജിദ്ദയിലെ ഇന്ത്യ കോൺസുലേറ്റിലെത്തി യാത്രാരേഖകൾ കൈപ്പറ്റിയ ശേഷം ഡീപ്പോർട്ടേഷൻ സെന്ററിൽ നേരിട്ട് ഹാജരാകണമെന്ന് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. കുവൈറ്റിൽ ഗാർഹിക വിസമാറ്റ നടപടിക്ക് ആഭ്യന്തര മന്ത്രാലയം അനുമതി നിഷേധിച്ചു. വിസമാറ്റം ഗാർഹിക തൊഴിലാളി ക്ഷാമത്തിനും ക്രമക്കേടുകൾക്കും വഴിവെക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തര മന്ത്രാലയം വിസമാറ്റ നടപടിക്ക് അനുമതി നിഷേധിച്ചത്. ആർട്ടിക്കിൾ 20 വിഭാഗത്തിൽപ്പെടുന്ന ഖാദിം വിസക്കാർക്ക് സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് വിസ മാറുന്നതിനുള്ള അനുമതി ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മുൻ വർഷങ്ങളിലേതുപോലെ വീട്ടുജോലിക്കാർക്ക് സ്വന്തം സ്പോൺസറുടെയോ സ്പോൺസറുടെ അടുത്ത ബന്ധുക്കളുടെയോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വിസ മാറാനുള്ള അനുമതി നൽകാനായിരുന്നു തൊഴിൽ വകുപ്പിന്റെ പദ്ധതി. തൊഴിൽ വിപണിയിലേക്ക് പുതുതായി ആവശ്യം വരുന്ന ജോലിക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിനു പകരം നിലവിൽ രാജ്യത്തുള്ളവരെ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ് വിസമാറ്റ നടപടിയിലൂടെ തൊഴിൽ വകുപ്പ് ലക്ഷ്യമിട്ടിരുന്നത്. വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് ഇല്ലാതെ തന്നെ ജോലിക്കാരെ കണ്ടെത്താൻ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്നതിനാൽ തൊഴിലുടമകളും പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ വിസമാറ്റ നടപടിക്ക് അനുമതി തേടിക്കൊണ്ടുള്ള തൊഴിൽ വകുപ്പിന്റെ അഭ്യർത്ഥനയ്ക്ക് അനുകൂലമല്ലാത്ത മറുപടിയാണ് ആഭ്യന്തര വകുപ്പ് നൽകിയത്. നടപടി ഗാർഹിക തൊഴിൽ മേഖലയിൽ നിന്ന് അവിദഗ്ധ തൊഴിലാളികളുടെ വൻതോതിലുള്ള ഒഴിഞ്ഞുപോക്കുണ്ടാക്കുമെന്നും വിസക്കച്ചവടത്തിനും ഉദ്യോഗസ്ഥതല അഴിമതിക്കും കാരണമാകുമെന്നും പറഞ്ഞാണ് ആഭ്യന്തര മന്ത്രാലയം അനുമതി നിഷേധിച്ചത്. രാജ്യത്ത് ആയിരക്കണക്കിന് അവിദഗ്ധ തൊഴിലാളികൾ ഗാർഹിക വിസകളിലെത്തി ചെറുകിട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇത്തരക്കാരെ കണ്ടുപിടിക്കാൻ ആഭ്യന്തര വകുപ്പ് ഊർജിതമായ തിരച്ചിൽ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ വിസമാറ്റം പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് വിപരീത ഫലം ചെയ്യുമെന്നും ആഭ്യന്തര വകുപ്പ് ആശങ്കപ്പെടുന്നു. ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് ഖാദിം വിസയിൽ കഫ്റ്റീരിയകളിലും മറ്റും ജോലി ചെയ്യുന്ന മലയാളികളടക്കമുള്ള നിരവധി പ്രവാസികളുടെ പ്രതീക്ഷകളെയാണ് കെടുത്തിയിരിക്കുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈത്ത്. ഖത്തറിലെ ജനസംഖ്യാ വർധനവ് ആരോഗ്യമേഖലയിൽ വെല്ലുവിളികൾ ഉയർത്തുന്നുവെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ MD ഡോക്ടർ ഹനൻ അൽ ഖുവാരി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനായി ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച മിഡിൽ ഈസ്റ്റ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തെ ജനങ്ങൾ ഏറ്റവും നല്ല ചികിത്സ ആഗ്രഹിക്കുന്നുവെന്നും അത് നൽകാൻ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഖുവാരി പറഞ്ഞു. ബഹ്റൈനിലെ സ്കൂളുകൾക്കും ആശുപത്രികൾക്കും സമീപം മൊബൈൽ ടവറുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകരുതെന്ന് നിർദ്ദേശം. രാജ്യത്തെ മൊബൈൽ ടവറുകളെ സംബന്ധിച്ച് ജർമ്മൻ കമ്പനി നടത്തിയ പഠനത്തിലാണ് ഈ നിർദ്ദേശം. മൊബൈൽ ടവറുകളെ സംബന്ധിച്ച 8 നിർദ്ദേശങ്ങൾ പഠനം നടത്തിയ കമ്പനിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് മുനിസിപ്പൽ നഗരാസൂത്രണകാര്യമന്ത്രി ഡോക്ടർ ജുമുഅ അൽ ഖാബി അറിയിച്ചു. തുനീഷ്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം സുദൃഢവും ഹൃദ്യവുമാണെന്ന് തുനീഷ്യൻ പ്രധാനമന്ത്രി അലി അൽ ഇറയ്യത്ത് പറഞ്ഞു. നാളെ നടക്കുന്ന 13ാമത് ദോഹ ഫോറത്തിൽ പങ്കെടുക്കാൻ ഖത്തറിലെത്തിയതാണ് തുനീഷ്യൻ പ്രധാനമന്ത്രി. തുനീഷ്യയിലെ വിപ്ലവങ്ങളെ തുടക്കം മുതൽ സഹായിച്ചിട്ടുള്ള രാജ്യമാണ് ഖത്തറെന്ന് തുനീഷ്യയുടെ പ്രധാനമന്ത്രി അലി അൽ റായിദ് പറഞ്ഞു. ഖത്തർ ന്യൂസ് ഏജൻസിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപ്ലവാനന്തരം രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായിരുന്നുവെങ്കിലും സഹകരണം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും ശ്രദ്ധിച്ചിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിന് തെളിവാണ് ഖത്തർ തുനീഷ്യയ്ക്ക് നൽകിയ ധനസഹായവും നിക്ഷേപവുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.
തുനീഷ്യയുടെ താൽപ്പര്യമറിയാത്തവരാണ് ഖത്തറുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നതെന്ന് അദ്ദേഹം മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. മാലിയിലെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ ലാറായത്ത് ഫലസ്തീനിലെ ജനങ്ങൾ ഇസ്രായേലിനെ അധിനിവേശത്തിനെതിരെ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ അഭിവാദ്യം ചെയ്തു. നേരത്തെ നിശ്ചയിച്ചിരുന്നതുപോലെ ഈ വർഷാവസാനം തന്നെ തുനീഷ്യ പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്നും അദ്ദേഹം അറിയിച്ചു. റമീസ് ചാത്തിയാറ, മീഡിയ 1, ഖത്തർ. സൗദിയിൽ നിന്ന് തിരിച്ചു പോകുന്നവർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് കൂടുതൽ യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് തനിമ കേന്ദ്ര സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. നിയമലംഘകരായി കഴിയുന്നവർക്ക് രാജ്യം വിട്ടുപോകാനുള്ള സമയപരിധി 1.5 മാസത്തോടെ അവസാനിക്കും. രാജ്യം വിടുന്നവർക്ക് നാളെ മുതൽ എംബസി ഔട്ട്പാസ് വിതരണം തുടങ്ങും. ഇതോടെ ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള യാത്രാ നിരക്ക് കൂടുമെന്നും ഇത് പലരുടെയും തിരിച്ചുപോക്കിന് പ്രയാസം സൃഷ്ടിക്കുമെന്നും തനിമ മുന്നറിയിപ്പ് നൽകി. പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് താൽക്കാലികമായി കുറഞ്ഞ നിരക്കിൽ കൂടുതൽ യാത്രാ സൗകര്യം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും തനിമ ആവശ്യപ്പെട്ടു. കുവൈറ്റിൽ പൊതു നീന്തൽക്കുളങ്ങളിലും ബീച്ചുകളിലും സ്വിം സ്യൂട്ടുകൾ നിരോധിക്കണമെന്ന ആവശ്യവുമായി പ്രമുഖ പാർലമെന്റേറിയൻ രംഗത്തെത്തി. നിയമം ലംഘിക്കുന്നവർക്ക് 6 മാസത്തെ തടവോ 500 ദിനാർ പിഴയോ വിധിക്കണമെന്നാണ് MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർലമെന്റ് അംഗമായ സഅദ് അൽ ബൂസാണ് പൊതുസ്ഥലങ്ങളിൽ സഭ്യമല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. കടൽ തീരങ്ങൾ, പൊതു നീന്തൽക്കുളങ്ങൾ, കായിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സ്വിം സൂട്ടുകൾ പോലെയുള്ള അല്പവസ്ത്രങ്ങൾ ഉപയോഗിക്കുക, അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുള്ള വിനോദങ്ങൾ എന്നിവ നിയമം കൊണ്ട് നിരോധിക്കണമെന്ന ആവശ്യത്തോടൊപ്പം നിയമം ലംഘിക്കുന്നവർക്ക് 6 മാസത്തെ തടവോ അല്ലെങ്കിൽ 500 ദിനാർ പിഴയോ വിധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ സംസ്കാരത്തിനും ഇസ്ലാമിക മൂല്യങ്ങൾക്കും നിരക്കാത്ത രീതിയിൽ അല്പവസ്ത്രധാരണം ചെയ്ത് ആളുകൾ പൊതുസ്ഥലങ്ങളിൽ എത്തുന്ന പ്രവണത വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിയമനിർമ്മാണം അത്യാവശ്യമാണെന്നും MP ചൂണ്ടിക്കാട്ടി. പാർലമെന്റ് അംഗത്തിന്റെ നിർദ്ദേശം സോഷ്യൽ സൈറ്റുകളിൽ ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടാതെ ബ്ലോഗർമാരും മറ്റും നിർദ്ദേശത്തെ പിന്താങ്ങിയതായാണ് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. മീഡിയ 1, കുവൈറ്റ്. ടുണീഷ്യയിൽ പ്രക്ഷോഭകാരികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. അൽ ഷാരിയയുടെ വക്താവ് സൈഫുദ്ദീൻ റൈസിനെ അറസ്റ്റ് ചെയ്തു. അൻസാർ അൽ ഷാരിയയുടെ വാർഷിക റാലിക്ക് അനുമതി നൽകാത്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. ട്യൂണീഷ്യയിലെ എത്മൻ തെരുവിലുണ്ടായ സംഘർഷത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. റാലിക്കെത്തിയവർ പോലീസ് ബാരിക്കേഡ് തകർത്തതോടെയാണ് സംഘർഷമുണ്ടായത്. സുരക്ഷാ ഭീഷണിയെ തുടർന്നാണ് അൻസാർ അൽ ഷാരിയയുടെ വാർഷിക കോൺഗ്രസും റാലിയും നിരോധിച്ചതെന്നാണ് സർക്കാർ വാദം. വെള്ളിയാഴ്ചയാണ് ആഭ്യന്തര മന്ത്രാലയം റാലിയും സമ്മേളനവും നടത്താൻ അനുമതിയില്ലെന്ന് അറിയിച്ചത്. റാലിക്കെത്തുന്നവർക്കായി ഹൈവേകളിൽ കനത്ത പരിശോധനകളാണ് നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. സ്കൂൾ എന്നാൽ പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളും ഇരുട്ടുമുറികളുമാണ് കശ്മീരിലെ കുട്ടികൾക്ക്. കശ്മീരിലെ ഉൾപ്രദേശമായ രജൌരിയിലെ വിദ്യാർത്ഥികൾ ഏറെ ബുദ്ധിമുട്ടിയാണ് പഠനം നടത്തുന്നത്. ഗുരുകുല വിദ്യാഭ്യാസ രീതിയെ ഓർമ്മിപ്പിക്കും വിധം പ്രകൃതിയെ ആസ്വദിച്ചാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അത് പക്ഷേ പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് സ്കൂൾ എന്ന പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളാണ് ഇവരെ പ്രകൃതിയോട് അടുപ്പിക്കുന്നത്. മഴയായാലും വെയിലായാലും ആകാശം തന്നെയാണ് ഇവരുടെ ക്ലാസ് മുറികളുടെ മേൽക്കൂര. നിരന്തരമുള്ള പവർ കട്ടും ഇവരുടെ ഭാവി ഇരുട്ടിലാക്കുന്നു. അത്യാവശ്യം വേണ്ട കളിസ്ഥലവും ഇവർക്കില്ല. मेरी रिक्वेस्ट ये है कि हमें बिल्डिंग की बहुत प्रॉब्लम है. अगर बारिश होती है तो हमें बाहर बैठना पड़ता है. 3-4 सभी रूम है हमारे स्कूल के अंदर. बिल्डिंग की बहुत बड़ी प्रॉब्लम है. हमें खेलने के लिए कोई ग्राउंड नहीं है. हमें स्टाफ की बहुत कमी है. കുട്ടികൾ ഒരുപാടുണ്ടെങ്കിലും പഠിപ്പിക്കാൻ ആകെ 6 അധ്യാപകർ. ഓരോരുത്തരും ഒന്നിലധികം വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. ആകെയുള്ള 6 പേരിൽ ഒരാൾക്ക് ഓഫീസ് കാര്യങ്ങൾ അധിക ചുമതല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു സഹായവും ഈ സ്കൂളിന് ലഭിക്കുന്നില്ല. ആത്മാർത്ഥതയോടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവരോട് നീതി പുലർത്താൻ തങ്ങൾക്ക് കഴിയുന്നില്ലെന്നാണ് അധ്യാപകരുടെ പരാതി. എന്നാൽ തങ്ങൾ നിസ്സഹായരാണെന്നും അവർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. കശ്മീർ ടൂറിസം ഫെസ്റ്റിവലിൽ ഇത്തവണയും ഷിക്കാരകൾ തന്നെയാണ് സ്റ്റാറായത്. 50 ഷിക്കാരകളാണ് ഥാൽ തടാകത്തിൽ നടന്ന ബോട്ട് റൈസിംഗിൽ ഇഞ്ചോടിഞ്ച് മത്സരിച്ചത്. മത്സരത്തെക്കാളേറെ താഴ്വരയെ സമാധാനം നിലനിർത്തണമെന്ന സന്ദേശമുയർത്തിയാണ് ഷിക്കാരകൾ മത്സരത്തിനിറങ്ങിയത്. ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കാശ്മീരിന് ഇന്ന് പഴയ പ്രൗഢിയില്ല. തീവ്രവാദികളും പട്ടാളവും ഈ മനോഹര ഭൂമിയെ ശ്മശാന ഭൂമിയാക്കി മാറ്റിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇന്നും കാശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ 100 കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു. ദാൽ തടാകത്തിലെ ഷിക്കാരകൾ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമാണ്. മരം കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം ബോട്ടുകളാണ് ഷിക്കാരകൾ. ദാൽ തടാകത്തിൽ മാത്രമാണ് ഷിക്കാരകൾ കാണുന്നത്. 20 വർഷമായി നടക്കുന്ന ബോട്ട് റേസിംഗിലെ താരമാണ് ഷിക്കാരകൾ. താഴ്വരയിൽ സമാധാനം നിലനിർത്തണമെന്ന സന്ദേശമുയർത്തിയാണ് ഇത്തവണ ഷിക്കാരകൾ ദാൽ തടാകത്തിലിറക്കിയത്. ഈ മാസം 14-ന് ആരംഭിച്ച ഫെസ്റ്റിവൽ 29-ന് അവസാനിക്കും.
तो इनको दिखाना है कि मतलब अभी हालात बिल्कुल यहाँ पीस है, हालात अच्छे हैं। और दूसरा जो हमारा शिकारा है, हाउस बोट है, ये यहाँ का मतलब ट्रेडिशनल है। കാശ്മീരിന്റെ സാമ്പത്തിക മേഖലയിലെ നട്ടെല്ലാണ് ടൂറിസം. ടൂറിസം മേഖലയിലാണ് 80% പേരും തൊഴിലെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. അറേബ്യൻ അത്തറിന്റെ സുഗന്ധം ലോക പ്രശസ്തമാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിലും സാഹിത്യങ്ങളിലും അറേബ്യൻ അത്തറിനെ കുറിച്ച് വേണ്ടുവോളം പരാമർശങ്ങളുണ്ട്. ഈ അറേബ്യൻ പെരുമ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി അവതരിപ്പിക്കാനാണ് ഖത്തറിൽ അത്തർ പ്രദർശനം സംഘടിപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അത്തറുകൾ പ്രദർശനത്തിലുണ്ട്. അറേബ്യൻ അത്തറിന്റെ സുഗന്ധം ലോക പ്രശസ്തമാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിലും സാഹിത്യങ്ങളിലും അറേബ്യൻ അത്തറിനെക്കുറിച്ച് വേണ്ടുവോളം പരാമർശങ്ങളുണ്ട്. ഊതും ഊതിന്റെ അത്തറും അറബികൾക്ക് ഒഴിച്ചുകൂടാനാകാത്തതുമാണ്. അത്തറിന്റെ ഈ അറേബ്യൻ പെരുമ ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി അവതരിപ്പിക്കാനാണ് ഖത്തർ ഇത്തരത്തിലൊരു അത്തർ പ്രദർശനം സംഘടിപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അത്തറുകൾ ഈ പ്രദർശനത്തിലുണ്ട്. ഇതുകൂടാതെ കിഴക്കും പടിഞ്ഞാറുമുള്ള വിവിധ ഇനം അത്തറുകളുടെ സംയുക്ത ബ്രാൻഡുകൾക്കും ഏറെ ആവശ്യക്കാർ ഇവിടെ എത്തുന്നുണ്ട്. സ്വദേശികളും വിദേശികളുമായി നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും അത്തർ പ്രദർശനം കാണാനെത്തുന്നത്. വെറുതെ കണ്ടുപോവുക മാത്രമല്ല, സുഗന്ധം പരത്തുന്ന അത്തറുകൾ വാങ്ങുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.